ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ അടുത്ത ഉടൻ വരാൻ പോകുന്നു. അതിന്റെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഡി പോസ്റ്റിന്റെ ഏകദേശം 22,000-ഓളം ഒഴിവുകളിലേക്കാണ് ഇപ്പം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ഇപ്പം സെലക്ഷൻ നടത്താനായിട്ട് പോകുന്നത്. അതിന്റെ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതേക്കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളാണ്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് ആണ്. 22,000 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇത് റെയിൽവേയുടെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് ആണ്. അത് 09/2025 എന്നുള്ള നോട്ടിഫിക്കേഷന്റെ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കുള്ള വിവിധ ലെവൽ 1 പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. ഗ്രൂപ്പ് ഡി പോസ്റ്റുകളാണെന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള അത് ഷോർട്ട് നോട്ടീസാണ്. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. അതിനുവേണ്ടിയുള്ള ഷോർട്ട് നോട്ടീസ് മാത്രമാണ്. അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. https://www.rrbapply.gov.in എന്ന സൈറ്റ് വഴി വേണം നമ്മൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അതിലേക്ക് ലെവൽ 1 പോസ്റ്റ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ ലെവൽ 1 സാലറിയാണ്. അതായത് അടിസ്ഥാന ശമ്പളം 18,000 രൂപയാണ് ഇപ്പോൾ നിലവിലുള്ള 7ാം ശമ്പള കമ്മീഷൻ അനുസരിച്ചുള്ളത്. അതനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ, മെഡിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ അത് നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചൊക്കെ പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രായം പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 1/1/2026 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു കാര്യം SC/ST-കാരെ കാൻഡിഡേറ്റ് 5 വർഷവും OBC നോൺ ക്രീമിയിലാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നത് ഇവിടെയും ബാധകമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലേക്ക് ടെൻഡേറ്റീവ് ആയിട്ടുള്ള വേക്കൻസികളുടെ എണ്ണമാണ്. 22,000 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. അത് വേരി ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായും നല്ലൊരു റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അടിസ്ഥാന യോഗ്യത മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ലെവൽ 1 അപ്പോയിന്റ്മെന്റ് ആണ്. 10ാം ക്ലാസ് മിക്കവാറും മെട്രിക്കുലേഷൻ ആയിരിക്കും അടിസ്ഥാന യോഗ്യത എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. 2ാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 2026 ജനുവരി 21-നായിരിക്കും അപേക്ഷകളെ സ്വീകരിച്ചു തുടങ്ങുക. അത് 2026 ഫെബ്രുവരി 20-ാം തീയതി രാത്രി വരെ അത് സ്വീകരിക്കുന്നതായിരിക്കും. അത് 1 മാസം സമയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്തായിരിക്കും ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ പിന്നീട് വരുള്ളൂ. അപ്പം എന്തായാലും അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാണ്. അടിസ്ഥാന ശമ്പളം 18,000 രൂപ ആണ് ഇതിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 500 രൂപയും SC/ST കാൻഡിഡേറ്റ്സ്, വിമൻ കാൻഡിഡേറ്റ്സ് ഒക്കെ 250 രൂപയാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപേക്ഷാ ഫീസ് ഇതിലെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 500 രൂപയിൽ 400 രൂപ തിരികെ ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ആദ്യം ആധാർ അനുസരിച്ച് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് അത് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് നമ്മളത് ആധാർ ലിങ്ക്ഡ് ഒരു വേരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷമാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ആധാറിലെ പോലെ തന്നെ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ എഴുതണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞിട്ടുള്ളത് ജനറലായിട്ട് എല്ലാവരെയും അറിയിക്കുക എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ താല്പര്യമുള്ളവര് ഇതിനുവേണ്ടി തയ്യാറാവുക. 2026 ജനുവരി 21 മുതൽ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് തുടങ്ങാം. ഫെബ്രുവരി 20 വരെ ഉണ്ട്. തീർച്ചയായും നമുക്ക് ഇത്രയും ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ് പുതിയ വർഷത്തിലെ തീർച്ചയായും ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം താല്പര്യത്തോടെ ഇത് നേരിടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം. കാരണം ഇത് സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ മാത്രമാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.